പരിശോധന നടത്തും. കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ പരിശോധന നടത്തിയതിനു ശേഷം കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും സംയുക്തമായി പരിശോധന നടത്തും. അതിനും അവസാനിക്കാതെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും ആർക്കാണോ വീട് കൊടുത്തിട്ടുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതെന്റെ വീടാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വീട്ടുകാരനായ മനുഷ്യരെ കൂട്ടി അവിടെ പരിശോധന നടത്തും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ 5 വർഷക്കാലത്തേക്ക് സിവിൽ വർക്കിൽ ഈ കരാർ കമ്പനി ഡിഫക്റ്റ് ലൈബിലിറ്റി പ്രകാരം വാറന്റി നൽകേണ്ട ഒരു വീടാണത്. 5 വർഷക്കാലം സിവിൽ വർക്കിലും 3 വർഷക്കാലം ഇലക്ട്രിക്കൽ വർക്കിലും വാറന്റി നൽകിക്കൊണ്ടാണ് ആ വീട് ഉണ്ടാക്കുന്നത്. സാധാരണ നിലയിൽ ആ കരാർ കമ്പനിയുടെ ലഭ്യമാകേണ്ട കരാർ പ്രകാരമുള്ള സംഖ്യയിൽ ഒരു നിശ്ചിതമായ ശതമാനം 5 വർഷത്തിന് ശേഷം മാത്രം കൊടുക്കാവുന്ന വിധത്തിൽ എടുത്തു വെച്ചാണ് ഡിഫക്റ്റ് ലൈബിലിറ്റി പ്യൂരിഫൈ ചെയ്യേണ്ടത്, അത് ക്യൂർ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചു. ആളുകൾക്കറിയാം, കരാർ ഉണ്ടാക്കിയാൽ എന്തുണ്ടാകും? ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് ആരാണോ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടത് അവർ നിർവഹിച്ചില്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആവും, കോൺട്രാക്റ്റിന്റെ ലംഘനമാകും. അതിലെങ്ങനെ നടപടി എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്. ഞാൻ പരിശോധിക്കാൻ ആളല്ല. മന്ത്രി എങ്ങനെയാണ് എഞ്ചിനീയർ ആവുക, മന്ത്രി എങ്ങനെയാണ് പണിക്കാരനാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോ പറയുന്നില്ല. ചില ആളുകൾ കരുതുന്നത് പോലെ ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഈ കരാറ് കമ്പനിക്കാർ പറയുന്നത് നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട് മന്ത്രിക്ക് താഴെ നിന്ന് ആകാശത്തോട്ട് നോക്കി ഇതൊരു വിള്ളലല്ല എന്നങ്ങ് പ്രസ്താവിച്ചു പോരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്റെ ശീലം അതിൽപ്പെട്ടതല്ല. പിന്നെ ചൂരൽമലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ വിള്ളലുണ്ട് എന്ന ഒരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാടിന്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അത് ആശങ്ക എനിക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റേണ്ടത് എത്രയുണ്ടോ അതുപോലെ തന്നെ ചെയ്യും. ചില ആളുകൾ ചോദിച്ചു, മന്ത്രിമാർക്ക് ഇങ്ങനെ പൊക്കത്തിൽ കയറി പരിശോധിക്കണോ? കളക്ടർക്കും PWD ഉദ്യോഗസ്ഥനും ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെയും ഞങ്ങൾക്കില്ല. ആ ദുരന്തത്തിന്റെ ഭാഗമായി ജൂലൈ 30 മുതൽ 1 മാസക്കാലം അവിടെ നിന്നവരുടെ മുഖങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ കാണാനുണ്ട്. എങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്? കളക്ട്രേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞ് നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്നുദ്ദേശിച്ചത് നമ്മളെല്ലാവരും ആ ചളി നിറഞ്ഞ മണ്ണിൽ ഗംബൂട്ടിട്ട് മുട്ടുവരെയും അരവരെയും താണുന്ന ചളിയിലൂടെ നടന്നു പോകുമ്പോ ഏത് പ്രോട്ടോകോളിനെ കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നത്? അവിടെയുള്ള 2 ഷട്ടറിന്റെ കൺട്രോൾ റൂമിൽ ഇരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദുരന്തബാധിതർക്കും സഹായികൾക്കും കൊടുക്കുന്ന ഭക്ഷണം പരസ്പരം കഴിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് രാപ്പകലില്ലാത്ത വിധം നേതൃത്വം നൽകിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ അതിന്റെ മുകളിൽ കയറി അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടത് വരച്ചിട്ടതാണെന്നൊരു കമ്പനി പറഞ്ഞാൽ അത് കേട്ടുപോരലല്ല, അത് ഉറപ്പിച്ചു തന്നെ തീരുമാനിക്കണം എന്ന് ഉറപ്പുള്ള ഒരു പൊതുപ്രവർത്തകന്റെ, മന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാളിയുടെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രവർത്തനം